ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ സൈക്കസിൻ്റെ ഇൻറ്റേർണൽ സ്ട്രക്ചേഴ്സിൽ റൂട്ട് നോക്കി, സ്റ്റെമ്മ് നോക്കി, ലീഫ്ലെറ്റ്, റാച്ചിസ് എല്ലാത്തിൻ്റെയും ഇൻറ്റേർണൽ സ്ട്രക്ചർ നോക്കി. ഇനി അടുത്ത് നമ്മൾ സൈക്കസിലുള്ള റീപ്രൊഡക്ഷൻ ആണ് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ റീപ്രൊഡക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൈക്കസിൽ വെജിറ്റേറ്റീവ് അതുപോലെ തന്നെ സെക്ഷൽ മെത്തേഡ്സും ഉണ്ട്. വെജിറ്റേറ്റീവ് മെത്തേഡ്സും സെക്ഷൽ മെത്തേഡ്സ് ഓഫ് റീപ്രൊഡക്ഷൻ ഉണ്ട്. വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത് അഡ്വൻറ്റേഷ്യസ് ബഡ് അല്ലെങ്കിൽ ബൾബിൽസ് വെച്ചിട്ടാണ് ഈ ഒരു വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ നടക്കുന്നത്. ഇതാണ് ആ ഒരു ബൾബിൽ എന്ന് പറയുന്നത്. ആ ബൾബിൽ നിന്ന് പുതിയ ഫോളിയേജ് ലീഫ് അറൈസ് ചെയ്തിട്ട് ഒരു പുതിയ പ്ലാന്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഡെവലപ്പ് ചെയ്യുന്നത് സ്റ്റെമ്മിൻ്റെ ബേസൽ പാർട്ട് നിന്നാണ്, താഴ്ഭാഗത്ത് നിന്ന് സ്റ്റെമ്മിൻ്റെ താഴെ നിന്നാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. നമ്മുടെ പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള ലീഫ് ബേസിൻ്റെ ഇടയിൽ നിന്നാണ് ഇത് ഫോം ചെയ്യുന്നത്. ഇതെന്ന് പറയുന്നത് ഇതിൻ്റെ ഡിക്കറൻ്റ് ആയിട്ടുള്ള ബേസിന് ചുറ്റുമായിട്ട് എന്തുണ്ടായിരിക്കും, സ്കെയിൽഡ് ലീവ്സും കവർ ചെയ്തുകൊണ്ട് സ്കെയിൽഡ് ലീവ്സും അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഫോളിയേജ് ലീവ്സും കവർ ചെയ്തിട്ടുണ്ടായിരിക്കും. അത് സെൻറ്ററിലായിരിക്കും ഡെവലപ്പ് ചെയ്യുന്നുണ്ടാവുക. ഈ ഡിക്കറൻറ്റ് ബേസ് എന്ന് പറയുന്നത് ഈ ബേസ് കവർ ചെയ്തുകൊണ്ട് സ്കെയിൽ ലീവ്സും അതുപോലെ തന്നെ ഫോളിയേജ് ലീവ്സും ഉണ്ടായിരിക്കും. അത് ഡെവലപ്പ് ചെയ്യുന്നത് സെൻറ്ററിനായിരിക്കും. അത് മണ്ണിലേക്ക് വീണ് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുക. ഈ ബൾബിൽ മണ്ണിലേക്ക് വീണ് കഴിഞ്ഞാൽ പുതിയ പ്ലാന്റ് ഫോം ചെയ്യും. ഇപ്പോൾ ബൾബിൽ എന്ന് പറയുന്നത് ഒരു മെയിൽ പ്ലാന്റ്, അതായത് സൈക്കസിൻ്റെ മെയിൽ പ്ലാന്റ് എന്നാണ് ബൾബിൽ ഉണ്ടായെന്ന് വെച്ചാൽ ആ ബൾബിൽ വളർന്നിട്ട് ഒരു മെയിൽ പ്ലാന്റ് ആണ് ഉണ്ടാക്കുക. അതായത് മെയിൽ പ്ലാന്റ് എന്നാണ് ബൾബിൽ ഉണ്ടായെന്ന് വെച്ചാൽ ആ ബൾബിൽ വളർന്നാൽ പുതിയൊരു മെയിൽ പ്ലാന്റ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ ഫീമെയിൽ പ്ലാന്റ് എന്നാണെന്നുണ്ടെങ്കിൽ പുതിയൊരു ഫീമെയിൽ പ്ലാന്റ് ഫോം ചെയ്യുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ റൂട്ടിൽ സക്കേഴ്സ് ചില സമയത്ത് ഡെവലപ്പ് ചെയ്യാറുണ്ട്. അത് ഹൊറിസോണ്ടലായിട്ട് ഗ്രോ ചെയ്തിട്ട് കുറച്ച് ഡിസ്റ്റൻസ് കഴിയുമ്പോൾ അത് പിന്നീട് പുതിയ പ്ലാന്റ് ആയിട്ട് മാറാറുണ്ട്. അത് സൈക്കസ് എർസിനൈൽസിലാണ് അത് കാണിക്കുന്നത്. ഇനി അടുത്ത കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. സൈക്കസ് എന്ന് പറയുന്നത് ഡയേഷ്യസ് ആണ്. അതായത് അതിന് മെയിൽ ആൻഡ് ഫീമെയിൽ ഓർഗൻസ് എന്ന് പറയുന്നത് രണ്ട് പ്ലാന്റുകളിലാണ് കാണുന്നത്. അതായത് മെയിൽ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് പ്ലാന്റ് ഉണ്ടായിരിക്കും. മെയിൽ പ്ലാന്റ്, ഫീമെയിൽ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് രണ്ട് പ്ലാന്റുകൾ ഉണ്ടായിരിക്കും സൈക്കസിന്. അതുകൊണ്ട് തന്നെ സൈക്കസ് ഡയേഷ്യസ് ആണ്. അതിൻ്റെ മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ നമ്മൾ കോൺ അല്ലെങ്കിൽ സ്ട്രോബിലി എന്നാണ് പറയാം. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനെ നമ്മൾ മെഗാസ്പോറോഫിൽസ് എന്നാണ് പറയാം. അതായത് സൈക്കസിന് ഫീമെയിൽ കോൺ ഇല്ല, ഫീമെയിൽ മെഗാസ്പോറോഫിൽസ് ആണുള്ളത്, മെയിൽ കോൺ മാത്രമേ ഉള്ളൂ. ഓക്കെ, സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് നടക്കുന്നത് ഒരു കുറേ വർഷത്തെ ഒരു വെജിറ്റേറ്റീവ് ഗ്രോത്തിന് ശേഷമാണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുക. അതായത് ഏകദേശം ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ട് ആ ഒരു മെയിൽ കോണും ഒരു പ്ലാന്റിന് ഏകദേശം ഒരു 10 വയസ്സൊക്കെ കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു മെയിൽ കോണും ഫീമെയിൽ കോണും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങുള്ളൂ. ഓക്കെ, ഇനി മെയിൽ കോണിലേക്ക് കിടക്കാം. മെയിൽ കോൺ എന്ന് പറയുന്നതിന് നമുക്ക് മൈക്രോസ്പൊറാഞ്ചിയേറ്റ് സ്ട്രോബിലസ് എന്നും പറയാം. ഇതെന്ന് പറയുന്നത് ആ ഒരു സ്റ്റെമ്മിൻ്റെ എപ്പെക്സിലാണ് ഡെവലപ്പ് ചെയ്യുന്നത്. ആ ഫോളിയേജ് ലീവ്സ്, ക്രൗണിലുള്ള ആ ഒരു ഫോളിയേജ് ലീവ്സിൻ്റെ ഇടയിലായിട്ടാണ് ഈ ഒരു കോണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗ്രോത്തിൻ്റെ സമയത്ത് സ്റ്റെം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഈ ഒരു കോൺ ഫോം ചെയ്ത് കഴിഞ്ഞാൽ ഈ സ്റ്റെമ്മ് എന്ന് പറഞ്ഞാൽ കുറച്ച് നേരത്തേക്ക് അതിൻ്റെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് കുറച്ച് നേരത്തേക്ക് നിർത്തും. കുറച്ച് കാലത്തേക്ക് ആ ഒരു സ്റ്റെമ്മ് വളരില്ല. പിന്നീട് ഒരു ലാറ്ററൽ ബഡ് അറൈസ് ചെയ്തിട്ട് ആ ഒരു കോണിൻ്റെ അടിയിൽ നിന്ന്, അതായത് ആ ഒരു മെയിൽ കോണിൻ്റെ അടിയിൽ നിന്ന് ഒരു ലാറ്ററൽ ബഡ് ഫോം ചെയ്യും. അതിൻ്റെ ആക്ടിവിറ്റിക്ക് ശേഷമാണ് പിന്നെയും വളരുന്നത്. അങ്ങനെ വളരുന്ന സമയത്ത് ആ കോൺ ഒരു സൈഡിലേക്ക് മാറ്റപ്പെടും. ഒരു സൈഡിലേക്ക് ഇങ്ങനെ ചെറുതായിട്ടൊന്ന് പുഷ് ചെയ്തിട്ടാണ് ആ ഒരു സ്റ്റെമ്മ് ഗ്രോ ചെയ്യുന്നുണ്ടാവുക. ആ പുതിയ സ്റ്റെമ്മിൻ്റെ ടെർമിനൽ പൊസിഷൻ അറ്റത്ത് എന്തുണ്ടായിരിക്കും, പുതിയ ഫോളിയേജ് ലീവ്സിൻ്റെ ഒരു ക്രൗൺ ഫോം ചെയ്യും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഗ്രോത്തും അതിൻ്റെ ഒരു കോണിൻ്റെ ഫോർമേഷൻ എന്ന് പറയുന്നത്. മെയിൽ കോൺ എന്ന് പറയുന്നത് ഷോർട്ട് സ്റ്റോക്ക്ഡ് ആണ്. അതായത് ചെറിയ സ്റ്റോക്കായിരിക്കും മെയിൽ കോണിന് ഉണ്ടാവുക. കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ഓവൽ അല്ലെങ്കിൽ കോണിക്കൽ ആയിട്ടുള്ള ഒരു വുഡി സ്ട്രക്ചറാണ് മെയിൽ കോൺ എന്ന് പറയുന്നത്. അതിന് ഏകദേശം ഒരു 20 to 80 സെൻറ്റിമീറ്റർ നീളമുണ്ട്. അതായത് പ്ലാന്റ് കിങ്ഡത്തിലെ ഏറ്റവും ലാർജസ്റ്റ് കോണാണ് നമ്മുടെ സൈക്കസിൻ്റെ മെയിൽ കോൺ എന്ന് പറയുന്നത്. ഇതിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് എന്തുണ്ടായിരിക്കും, യങ് ലീവ്സിൻ്റെ ഒരു ക്രൗൺ ഉണ്ടായിരിക്കും.
ഈ ഒരു കോണിൽ ഒരുപാട് എന്തുണ്ടാവും, മൈക്രോസ്പോറോഫിൽസ് അല്ലെങ്കിൽ സ്റ്റേമൻസ് ഉണ്ടായിരിക്കും. സ്റ്റേമൻസ് അല്ലെങ്കിൽ മൈക്രോസ്പോറോഫിൽ ഉണ്ടായിരിക്കും. ഇങ്ങനെയാണ് ഒരു കോൺ ഉണ്ടാവുക. അതായത് എന്താ, അതിൻ്റെ സ്റ്റോക്ക് എന്തായിരിക്കും, ഷോർട്ട് ആയിരിക്കും, ഷോർട്ട് സ്റ്റോക്ക്ഡ് ആയിരിക്കും. അതുപോലെ തന്നെ കോമ്പാക്റ്റ് ആയിരിക്കും. ഓവൽ അല്ലെങ്കിൽ കോണിക്കലായിട്ടായിരിക്കും എന്തുണ്ടാവുക, അതിൻ്റെ ഒരു സ്ട്രക്ചർ എന്ന് പറയുന്നത് കോണിക്കൽ വുഡി സ്ട്രക്ചറാണ്. ഒരു 20 to 80 സെൻറ്റിമീറ്റർ ആണ് നീളം വരുന്നത്. 20 to 80 സെൻറ്റിമീറ്റർ ആണ് നീളം വരുന്നത്. ഓക്കെ, അതിന് ചുറ്റുമായിട്ട് എന്തുണ്ടായിരിക്കും, യങ് ലീവ്സ് ഉണ്ടായിരിക്കും. മൈക്രോസ്പോറോഫിൽസ്, ഒരുപാട് മൈക്രോസ്പോറോഫിൽസ് ഉണ്ടായിരിക്കും. ഈ ഓരോന്നും എന്താണ്, ഓരോ മൈക്രോസ്പോറോഫിൽസ് ആണ്. ഒരുപാട് മൈക്രോസ്പോറോഫിൽ അട്ടിക്കട്ടിക്ക് വെച്ചിട്ടാണ് എന്തുണ്ടാക്കിയിരിക്കുന്നത്, ആ ഒരു കോൺ ഫോം ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ മൈക്രോസ്പോറോഫിൽ എന്ന് പറയുന്നത് ഒന്നുകിൽ സ്പൈറലി ആയിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കുക. ഒരു കോണിന് ചുറ്റും മൈക്രോസ്പോറോഫിൽ സ്പൈറലായിട്ട് കോൺ ആക്സിസിന് ചുറ്റുമായിട്ട് മൈക്രോസ്പോറോഫിൽ സ്പൈറലായിട്ടായിരിക്കും അറേഞ്ച് ചെയ്തിരിക്കുന്നുണ്ടാവുക. അക്രോപിറ്റൽ സക്സഷൻ, അതായത് ഓൾഡർ ആയിട്ടുള്ള മൈക്രോസ്പോറോഫിൽ ആയിരിക്കും താഴെ, യങ്ങർ ആയിട്ടുള്ളതായിരിക്കും മേലെ ഉണ്ടാവുക. ഇപ്പം ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു കോൺ ആക്സിസ് ആണ്. ആ കോൺ ആക്സിസിൽ ഒരു മൈക്രോസ്പോറോഫിൽ അറ്റാച്ച് ചെയ്തിരിക്കുകയാണ്. ഇതാണ് അതിൻ്റെ റിഡ്ജ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ഭാഗമാണ് എന്താ, അതിൻ്റെ അപ്പോഫൈസിസ് എന്ന് പറയുന്നത്. മൈക്രോസ്പൊറാഞ്ചിയ ഈ ഒരു അഡാക്സിയൽ എൻഡിലാണ് കാണുന്നത്. ഓക്കെ, അങ്ങനത്തെ ഒരുപാട് ഇങ്ങനെയുള്ള ഒരുപാടെണ്ണം അട്ടിക്ക് വെച്ചിട്ടാണ് ഈ ഒരു മെയിൽ കോൺ ഫോം ചെയ്യുന്നത്. ഓക്കെ, യങ് ആയിട്ടുള്ള മൈക്രോസ്പോറോഫിൽ യങ് ആയിട്ടുള്ള സമയത്ത് ഭയങ്കര സോഫ്റ്റും ഫ്ലഷിയും ഒക്കെ ആയിരിക്കും. എന്നാൽ മെച്യൂരിറ്റി എത്തിക്കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ ഹാർഡും വുഡി ആവും. അതുപോലെ തന്നെ എന്താണ്, ഒരു ഹൊറിസോണ്ടലായിട്ടൊന്ന് ഫ്ലാറ്റൻ ചെയ്തിട്ട് അതുപോലെ തന്നെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും, ഏകദേശം ഒരു ട്രയാങ്കുലർ ഷേപ്പിലായിരിക്കും ആ ഒരു കോൺ ഉണ്ടാവുക. ഓക്കെ, ഇതെന്ന് പറയുന്നത് അതിൻ്റെ മിഡിൽ പോർഷൻ എന്ന് പറയുന്നത് ഭയങ്കര ലാർജ് ആയിരിക്കും. അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്മോൾ ആയിരിക്കും. ബേസും അതുപോലെ തന്നെ ടിപ്പും സ്മോൾ ആയിരിക്കും. നമുക്കിപ്പോൾ ഫിഗർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഈ ഒരു പോർഷൻ, അതായത് നമ്മുടെ മിഡിൽ പോർഷൻ എന്താണ്, മറ്റ് രണ്ട് പോർഷൻ വെച്ച് നോക്കുമ്പോൾ കുറച്ചുകൂടെ ലാർജാണ്. എന്നാൽ നമ്മുടെ ബേസും അതുപോലെ തന്നെ ടിപ്പും എന്നാണ് കുറച്ചുകൂടെ സ്മോൾ ആയിട്ടുള്ള ബേസും ടിപ്പുമാണ് ഇതിനുള്ളത്. മിഡിൽ പോർഷനാണ് കുറച്ചുകൂടെ ലാർജ് ആയിട്ടുള്ള പോർഷൻ. ഓക്കെ, ഇനി അതിൻ്റെ ഒരു ഫിഗറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോഫൈസിസ് ആണ് ഈ ഒരു കാണുന്ന ഒരു പ്രൊട്രൂഡ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം എന്ന് പറയുന്നത് അപ്പോഫൈസിസ് ആണ്. ഇതതിൻ്റെ സ്റ്റെറൈൽ പാർട്ടാണ്. ഫെർട്ടൈൽ ആയിട്ടുള്ള പാർട്ടിൽ ഒരുപാട് സോറൈ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സോറൈ എന്ന് പറയുന്നത് ഇങ്ങനെ ഏകദേശം ഇതേപോലെ ആയിരിക്കും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇനി മൈക്രോസ്പോറോഫിൽ ഒരു മെച്യൂർ ആയിട്ടുള്ള മൈക്രോസ്പോറോഫിൽ എന്ന് പറയുന്നത് ഏകദേശം ഒരു ഏറെക്കുറെ ഒരു ട്രയാങ്കുലർ ഷേപ്പിലാണ് ഉണ്ടാവുക. ഫ്ലാറ്റൻഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ്. ഏകദേശം ഒരു 3 to 3.5 സെൻറ്റിമീറ്റർ ലോങ് ആയിരിക്കും. അതെന്ന് പറയുന്നത് ഒരു പ്രോക്സിമൽ ആയിട്ട് ഒരു വെഡ്ജ് ഷേപ്പ്ഡ് ഫെർട്ടൈൽ പാർട്ടും ഡിസ്റ്റൽ ആയിട്ടുള്ള ഒരു സ്റ്റെറൈൽ പാർട്ടും അതിനുണ്ട്. മൈക്രോസ്പോറോഫിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു പ്രോക്സിമൽ ആയിട്ടുള്ളൊരു വെഡ്ജഡ് പോർഷനും ഡിസ്റ്റൽ ആയിട്ടുള്ള ഒരു സ്റ്റെറൈൽ പോർഷനും ഉണ്ട്. ഇതൊക്കെ ഒരു സ്റ്റെറൈൽ പോർഷനാണ്. ഇതാണ് എന്ത്, അതിൻ്റെ ആ ഒരു ഫെർട്ടൈൽ പോർഷൻ, വെഡ്ജ് ഷേപ്പ്ഡ് ആയിട്ടുള്ള ഫെർട്ടൈൽ പോർഷന്. പ്രോക്സിമൽ ആയിട്ടുള്ള വെഡ്ജ് ഷേപ്പ്ഡ് ഫെർട്ടൈൽ പാർട്ടും അതുപോലെ തന്നെ സ്റ്റെറൈൽ ആയിട്ടുള്ള ഡിസ്റ്റൽ സ്റ്റെറൈൽ പാർട്ടും ഉണ്ടായിരിക്കും എന്തിന്, നമ്മുടെ മൈക്രോസ്പോറോഫിലിന്. അതിനൊരു അപ്വേർഡ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷൻ ഉണ്ടായിരിക്കും. അതിനെയാണ് അപ്പോഫൈസിസ് എന്ന് പറയുന്നത്. ആ ഡിസ്റ്റൽഡ് പാർട്ട് എന്ന് പറയുന്നത് പിന്നീട് അതിനൊരു അപ്വേർഡ് പ്രൊജക്ഷൻ ഉണ്ടായിരിക്കും. അതെന്താണ്, അവിടെ ഒരു അപ്പോഫൈസിസ് ഫോം ചെയ്യുന്നുണ്ട്. ഇനി അപ്പർ അല്ലെങ്കിൽ അബാക്സിയൽ ആയിട്ടുള്ള സർഫസിൽ മൈക്രോസ്പോറോഫിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും, സ്റ്റെറൈൽ ആയിട്ടായിരിക്കും. അബാക്സിയൽ സർഫസിൽ എന്താണ്,
മൈക്രോസ്പോറോഫിൽ സ്റ്റെറൈൽ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി അഡാക്സിയൽ സൈഡിൽ എന്തായിരിക്കും? മൈക്രോസ്പോറോഫിൽ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരുപാട് മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടായിരിക്കും. അത് പല ഗ്രൂപ്പായിട്ട് അറേഞ്ച് ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ സോറൈ എന്ന് പറയുന്നത്. ഓരോ സോറസിലും 3 മുതൽ 6 വരെ മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടാകും. അതെന്ന് പറയുന്നത് ഫോം ചെയ്യുന്നത് സെൻട്രൽ ഇൻഡ്യൂസിയൽ പാപ്പില്ലേ എന്നാണ് ആ ഒരു മൈക്രോസ്പൊറാഞ്ചിയ എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. സെൻട്രൽ ആയിട്ടുള്ള ആ ഒരു ഇൻഡ്യൂസിയൽ പാപ്പില്ലയിൽ നിന്നാണ് ആ ഒരു 3 to 6 വരെയുള്ള മൈക്രോസ്പൊറാഞ്ചിയ ഉണ്ടാവുന്നത്. ആ ഒരു സ്പൊറാഞ്ചിയൻ്റെ ഇടയിൽ എന്തുണ്ടാവും? ഡെലിക്കേറ്റ് ആയിട്ടുള്ള ഹെയർസ് ഉണ്ടായിരിക്കും. അത് ആ ഒരു യങ് സ്പൊറാഞ്ചിയനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതുപോലെ തന്നെ മൈക്രോസ്പോർസിൻ്റെ ഡിസെമിനേഷന് സഹായിക്കുകയും ചെയ്യും. ഈ മൈക്രോസ്പൊറാഞ്ചിയത്തിൻ്റെ വാള് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 റീജിയനാണ് ഉണ്ടാവുക. ഏറ്റവും പുറത്തുള്ള എക്സോത്തീസിയം, നമ്മുടെ പോളൻ ഗ്രെയിൻ പോലെ തന്നെ ഇതിന് എക്സോത്തീസിയം, എൻഡോത്തീസിയം, ടെപ്പീറ്റം ഒക്കെ ഉണ്ട്. ഔട്ടർ ആയിട്ടുള്ള ഏറ്റവും പുറത്ത് കാണുന്ന എക്സോത്തീസിയം, മിഡിലിൽ കാണുന്ന എൻഡോത്തീസിയം, ഇന്നറിലുള്ള ടെപ്പീറ്റം ആണ്. അങ്ങനെ 3 ലെയറായിട്ട് മൈക്രോസ്പൊറാഞ്ചിയം ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട്. എക്സോത്തീസിയം എന്ന് പറയുന്നത് ഭയങ്കര തിക്കായിട്ട് ഉള്ള തിക്ക് വാൾഡ് ആയിരിക്കും. അതുപോലെ തന്നെ ക്യൂട്ടനൈസ്ഡ് ആയിട്ടുള്ള സെൽസ് കൊണ്ടായിരിക്കും എന്തുണ്ടാക്കിയിരിക്കുന്നത്? ആ ഒരു ഏറ്റവും പുറത്ത് കാണുന്ന ഔട്ടർ എക്സോത്തീസിയം എന്ന് പറയുന്നത്. ഇനി എൻഡോത്തീസിയം എന്ന് പറയുന്നത് തിൻവാൾഡ് സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ടെപ്പീറ്റം എന്ന് പറയുന്നത് ന്യൂട്രിറ്റീവ് സെൽസ് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ് ടെപ്പീറ്റം എന്ന് പറയുന്നത്. ഓരോ സ്പൊറാഞ്ചിയത്തിലും ഒരുപാട് മൈക്രോസ്പോർസ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ടാവും. മൈക്രോസ്പോർസ് അല്ലെങ്കിൽ പോളൻ ഗ്രാംസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്ലോബുലാർ ആണ്. അതുപോലെ തന്നെ യൂണിന്യൂക്ലിയേറ്റ് ആയിട്ടുള്ള ഹാപ്ലോയിഡ് സ്ട്രക്ചേഴ്സ് ആണ് മൈക്രോസ്പോർസ് എന്ന് പറയുന്നത്. ഇതിന് ചുറ്റുമായിട്ട് ഒരു തിക്ക് സ്പോർ വാൾ ഉണ്ടായിരിക്കും. അത് അതിൻ്റെ പ്രൊട്ടക്ഷനും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ടായിരിക്കും? തിക്കായിട്ടുള്ള സ്പോർ വാൾ ഉണ്ടായിരിക്കും. ആ സ്പോർ വാളിന് 2 ലെയേഴ്സ് ആണുള്ളത്. എക്സൈനും ഔട്ടർ എക്സൈനും ഇന്നർ ഇൻറ്റൈനും ഉണ്ട്. എക്സൈൻ എന്ന് പറയുന്നത് യൂണിഫോംലി തിക്കൻഡ് ആയിരിക്കും. അതായത് എല്ലായിടത്തും ഒരേ തിക്കനിങ് ആയിരിക്കും. എന്നാൽ ഇൻറ്റൈനിൽ തിക്കനിങ് എന്ന് പറയുന്നത് പോൾസിൻ്റെ 2 സൈഡിൽ മാത്രമാണ്, 2 ഓപ്പോസിറ്റ് പോൾസിൽ മാത്രമാണ് തിക്കൻഡ് ഉള്ളത്. ബാക്കി എല്ലായിടത്തും തിന്നായിട്ടുള്ള ഇതാണ് ഇൻറ്റൈൻ എന്ന് പറയുന്നത്. ഇൻറ്റൈൻ്റെ തിക്കനിങ് എന്ന് പറയുന്നത് എവിടെയാണ്? ഓപ്പോസിറ്റ് പോൾസിൽ മാത്രമാണ് ആ ഒരു തിക്കനിങ് കാണുന്നത്. ഇനി അടുത്തതാണ് മെഗാസ്പോറോഫിൽ. മെഗാസ്പോറോഫിൽ എന്ന് പറഞ്ഞാൽ സൈക്കസിൻ്റെ ഫീമെയിൽ പ്ലാന്റ്സ് എന്താണ്? ഫീമെയിൽ കോൺസ് ഉണ്ടാക്കുന്നില്ല. അതിന് പകരമായിട്ട് മെഗാസ്പോറോഫിലാണ് ഫീമെയിൽ ഓർഗനായിട്ട് പ്രവർത്തിക്കുന്നത്. മെഗാസ്പോറോഫിൽ എന്ന് പറയുന്നത് അക്രോപിറ്റൽ സക്സഷനിൽ സ്റ്റെമ്മിൻ്റെ അപ്പെക്സിൽ സ്പൈറൽ ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടാണ് ഉള്ളത്. ഇതെന്ന് പറയുന്നത് ഒരു കോൺ എന്ന് പറയുന്ന ഒരു സ്ട്രക്ചറായിട്ട് ഓർഗനൈസ് ചെയ്തിട്ടൊന്നുമില്ല. മെഗാസ്പോറോഫിൽ എന്ന് പറയുന്നത് കുറേ എണ്ണം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോളിയേജ് ലീവ്സിനേക്കാൾ കൂടുതൽ മെഗാസ്പോറോഫിൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഫോളിയേജ് ലീവ്സിൻ്റെ സക്സസീവ് വോൾസിൻ്റെ ഇടയിലായിട്ടാണ് ഈ മെഗാസ്പോറോഫിൽസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ മെഗാസ്പോറോഫിൽസ് എന്ന് പറയുന്നത് ഏകദേശം ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഫോളിയേജ് ലീവ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അത് പൊതുവെ ഫ്ലാറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഡോർസി വെൻട്രൽ ആയിരിക്കും. ഒരു 15 to 30 സെൻറ്റിമീറ്റർ നീളം ഉണ്ടായിരിക്കും. അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ബേസിൽ ഒരു സ്റ്റാക്കും അതുപോലെ തന്നെ ഒരു ടെർമിനൽ ആയിട്ടുള്ള ഒരു പിന്നേറ്റ് ലാമിന ഉണ്ടായിരിക്കും ആ ഒരു മെഗാസ്പോറോഫിലിന്. ഓവ്യൂൾസ് എന്ന് പറയുന്നത് ആ സ്റ്റോക്കിൻ്റെ 2 സൈഡിലായിട്ടാണ്, ലാറ്ററൽ സൈഡിലായിട്ടാണ് ആ ഒരു ഓവ്യൂൾസ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നത്. ഓവ്യൂൾസിൻ്റെ നമ്പർ എന്ന് പറയുന്നത് 2 മുതൽ 10 വരെ വേരി ചെയ്യാം. ഓരോ സ്പീഷീസിനനുസരിച്ചിട്ട് ആ ഒരു ഓവ്യൂളിൻ്റെ നമ്പർ എന്ന് പറയുന്നത് വേരി ചെയ്യാം. ഇതിപ്പോൾ അതിൻ്റെ മെഗാസ്പോറോഫിലാണ് ഓരോ സ്പീഷീസിൻ്റെ. സൈക്കസ് റുംഫി, സൈക്കസ് റെവലൂട്ട, സൈക്കസ് സെർസിനേസ്, സൈക്കസ് സയാമെൻസിസ്, അങ്ങനെ 4 ഇതിൻ്റെ മെഗാസ്പോറോഫിലാണ്. ഇതാണ് അതിൻ്റെ ഓവ്യൂൾ എന്ന് പറയുന്നത്. ഓരോന്നിൻ്റെ ഓവ്യൂൾസാണ് നമുക്ക് കാണുന്നത്. ഇതതിൻ്റെ ലീഫി ആയിട്ടുള്ള ആ ഒരു ടെർമിനൽ പിന്നേറ്റ് ലാമിനയാണ് കാണുന്നത്. ഇതാണ് ഓവ്യൂൾസ്. ചിലതിൽ ഹെയർസ് ഉണ്ടായിരിക്കും. അതൊക്കെയാണ് ഈ ഒരു ഇതിൽ കാണിക്കുന്നത്. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി നമുക്ക് അടുത്ത പാർട്ടായിട്ട് ചെയ്യാം.
മെഗാസ്പോറോഫിൽ കഴിഞ്ഞിട്ട് ഇനി ഓവ്യൂളിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫെർട്ടിലൈസേഷനും ഗാമെറ്റോഫൈറ്റ് മെയിൽ ഗാമെറ്റോഫൈറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. താങ്ക്സ് ഫോർ വാച്ചിങ്.